ഹലോ ഫ്രണ്ട്സ്, ഞാൻ രഞ്ജു മാസ്റ്റർ. ടെക് ആൻഡ് ട്രിക്സ് ഫോർ സ്റ്റുഡൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരാൻ പോകുന്നത് ദീർഘവൃത്തം എങ്ങനെ ഈസി ആയിട്ട് വരക്കാം എന്നാണ്. സാധാരണ വൃത്തം നമുക്ക് കോമ്പസൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ വരക്കാം. എന്നാൽ ഈ ഓവൽ ഷേപ്പ് വരക്കണ്ടെങ്കിൽ വളരെ പ്രയാസമാണ്. ഫ്രീ ഹാൻഡായിട്ട് വരക്കണ്ടെങ്കിൽ നല്ല എക്സ്പേർട്ടുകൾക്ക് സാധിക്കും. എന്നാൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വളരെ ഈസി ആയിട്ട് ഈ ദീർഘവൃത്തം എങ്ങനെ വരക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും അത് കൃത്യമായിട്ട് കാണുക, എന്നെങ്കിലും മാത്രമേ നിങ്ങൾക്കും അതുപോലെ വരക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഈ ദീർഘവൃത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വേണ്ടത് നമുക്കൊരു ബോർഡാണ്. നമുക്ക് എത്ര വലിപ്പമുള്ള വൃത്തം വേണോ അതിന് കണക്കായിട്ടുള്ള ബോർഡ് നമ്മൾ ആദ്യം കരുതണം. ഈ ബോർഡിൻ്റെ മുകളിൽ ആണ് നമ്മൾ വൃത്തം വരക്കാം. സാധാരണ വൃത്തമാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് വരക്കാൻ സാധിക്കും. ദീർഘവൃത്തം ഓവൽ ഷേപ്പ് വരക്കണ്ടെങ്കിൽ വലിയ പ്രയാസമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും. അതെങ്ങനെയാണെന്ന് ഞാനിതിൽ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു ബോർഡിൽ നമ്മൾ ആദ്യം ഒരു മധ്യത്തിലുള്ള ഒരു ബിന്ദു അടയാളം. ഇനി അവിടുന്ന് ഒരു നീണ്ട ഒരു വരയിടുക. അവിടെ നമുക്ക് നീണ്ട ഒരു വര, ആ ബിന്ദുവിൽ നിന്ന് നമുക്ക് ഒരു നീണ്ട ഒരു വര ഇട്ട് കൊടുക്കും. ഇതുപോലെ. ഇനി അതുപോലെ തന്നെ നമ്മൾ കുറുകയും ഒരു വര ഇട്ട് കൊടുക്കും. നേരെ ഈ ബിന്ദുവിൽ എത്ര കേന്ദ്ര ബിന്ദുവിൽ നിന്ന് നീളം എത്ര വേണം അതിന് കണക്കായിട്ട് നമ്മൾ ഒന്ന് അടയാളം. അതായത് നമുക്കിപ്പം 12 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം വേണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു 14 സെൻറ്റിമീറ്ററിൽ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. വെറുതെ രണ്ട് ഭാഗം 4 സെൻറ്റിമീറ്ററിൽ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ കുത്തനെയുള്ള വരയിൽ ഇതിലെവിടെയാണോ നമുക്ക് എത്ര ഇതിന് വീതി വേണം എന്ന് കണക്കായിട്ട് നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തുകയാണ്. അതായത് നമുക്കിപ്പോൾ 6 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. നമ്മളിവിടെ 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇവിടെ 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ 14 സെൻറ്റിമീറ്ററാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഇവിടെ നമുക്ക് 14 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 14 സെൻറ്റിമീറ്റർ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് 14 സെൻറ്റിമീറ്റർ എവിടെയാണ് എത്തുക അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്ക് ചെയ്യണം 14 സെൻറ്റിമീറ്റർ. ഇവിടെയാണ് 14 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ എതിർഭാഗത്തും 14 സെൻറ്റിമീറ്റർ എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്യും. ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ. ഇപ്പോൾ 2 പോയിന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്ററിൽ നമ്മൾ ആദ്യം പോയിന്റ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ നേരത്തെ എടുത്ത ദൂരം എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്ററാണ്. ഈ 14 സെൻറ്റിമീറ്റർ നമുക്കിങ്ങനെ ചെരിച്ചിട്ട് എവിടെയാണോ കിട്ടുന്നത് അവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് വേണ്ടുന്നത് നമുക്ക് ഇതിന് വേണ്ടുന്ന മറ്റൊരു സാധനം 3 ആണി വേണം. 3 ആണി. ഈ ഒരാണി നമ്മൾ ഇവിടെ ഈ പോയിന്റിൽ ഒന്ന് വെറുതെ ഒന്ന് അടിച്ചു വെക്കണം. വെറുതെ ഒന്ന് ഇങ്ങനെ അടിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്ത ഈ സ്ഥലത്ത് ഇവിടെ നമ്മൾ ഒരാണി അടിച്ചു വെച്ചു. അതുപോലെ എതിർഭാഗത്തും അടിച്ചു വെച്ചു. ഇങ്ങനെ ചെയ്തു. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഒരു ചരടെടുത്തിട്ട് ഇതിനെ ഒന്ന് കെട്ടണം. ഇതിൻ്റെ അകത്ത് അതെങ്ങനെയാണ് കെട്ടുന്നത്? ഇപ്പം ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇവിടെ നമ്മൾ കെട്ടുകയാണ് ചെയ്യുന്നത്. അതിന് കണക്കായിട്ട് ഇവിടെ കൃത്യമായിട്ട് കിട്ടും. ചരട് ഇങ്ങനെ കിട്ടുന്നു. കിട്ടി. അപ്പം ഈ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ആണിങ് അടർത്തിയെടുക്കാം. ആണി അടർത്തിയെടുത്തു. ഇനി ഞാൻ വരക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് വരക്കുന്നത്? അപ്പോൾ ഒരു സ്കെച്ച് പെൻ എടുത്ത്, പെൻസിലായാലും എന്തായാലും അത് സ്കെച്ച് പെൻ എടുത്ത്
നമ്മളിവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് ലൂസായി പോകും. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു സാധനം എടുത്തിരിക്കുകയാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്തുപോലെ ഒരു സാധനം എടുക്കും. നമ്മളിവിടെ ഇങ്ങനെ വെച്ചു. ഇതിൽ സ്കെച്ച് പെന്ന് ഇട്ടു. നമുക്ക് ഇതിനൊരു പോയിന്റ് കിട്ടി. ഇനി ഞാൻ ഇതാ വരക്കാൻ പോവുകയാണ്. സാവധാനത്തിൽ നമുക്ക് ഇങ്ങനെ വരച്ചുകൊണ്ട് ഒരു ഷേപ്പ് കിട്ടുന്നില്ലേ. വളരെ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ആണ് നമുക്ക് ദീർഘവൃത്തം വരക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ യാതൊരു തെറ്റും കൂടെ ദീർഘവൃത്തം വരക്കാൻ സാധിക്കും. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അളവ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അപ്പോൾ ഈ ആണിയെടുത്തു, ഇതൊക്കെ അഴിച്ചു വെച്ചു, ഇതൊക്കെ ഞാൻ അടർത്തിയെടുത്തു. ഇനി നമുക്ക് ഇതിനെക്കാട്ടി കുറച്ച് വലിയ ഒരു ദീർഘവൃത്തം ഇതിൻ്റെ പുറത്ത് നമുക്കൊന്ന് വരക്കണം. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ അടുത്ത ദീർഘവൃത്തത്തിൻ്റെ ദൂരം ഇത്ര നമുക്ക് വേണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇവിടെ വീതി ഇവിടെ വേണ്ടും. അപ്പം ഇത് അടയാളം. അപ്പം നമ്മൾ ആദ്യം സ്കെയിൽ കൊണ്ട് അടിന്ന് അടയാളപ്പെടുത്തും. അപ്പോൾ ഞാനിപ്പോൾ 8 സെൻറ്റിമീറ്ററാണ് വീതി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ എടുത്തിട്ടുള്ളത് 16 സെൻറ്റിമീറ്ററിലാണ്. 16 സെൻറ്റിമീറ്റർ, 8ഉം 16. അപ്പോൾ ഇവിടെയും നമ്മൾ 16 തന്നെ എടുക്കണം. ഈ ഭാഗത്തും 16 ഇവിടെ അടയാളം 16 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഈ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 8 സെൻറ്റിമീറ്ററിൽ ഒരാണി ഒന്ന് അടിച്ചു, 8 സെൻറ്റിമീറ്ററിൽ ആണി അടിച്ചു. അടുത്തതായി ഇനി വേണ്ടത് നമ്മൾ എന്ത് വേണം, നമുക്ക് 16 സെൻറ്റിമീറ്ററിലാണ് നമുക്കിതിൻ്റെ ദൂരം വേണ്ടത്, നീട്ടം വേണ്ടത്. അതുകൊണ്ട് ഇനി നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം 16 സെൻറ്റിമീറ്ററാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് എവിടെയാണ് 16 സെൻറ്റിമീറ്റർ കിട്ടുന്നത്, 16 സെൻറ്റിമീറ്റർ ആ സ്ഥലത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. 16 സെൻറ്റിമീറ്റർ ഇവിടെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്നും 16 സെൻറ്റിമീറ്റർ എവിടെയാണോ കിട്ടുന്നത് അവിടെ മാർക്ക് ചെയ്യുക. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആണി അവിടെ അടിച്ചു. 2 ഭാഗത്തും ആണി അടിക്കണം. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പുതിയൊരു അത് നമുക്ക് ചുറ്റിനാകാം, മറ്റുള്ള തടിച്ച കയറും എന്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ കെട്ടാൻ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ട്വിന എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതുപോലെ നേരത്തെ കെട്ടിയതുപോലെ തന്നെ ഇത് ഫിറ്റായിട്ട് അപ്പോൾ ഇവിടെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗത്തുള്ള ആണിയൊന്ന് അടർത്തിയെടുത്തു. അപ്പോൾ ഇവിടെയാണുള്ളത്. നേരത്തെ ഞാൻ നട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പോഴും ഞാനിത് തെർമോക്കോളിൻ്റെ ഒരു പീസ് മുറിച്ചിട്ട് ചെറിയ നിങ്ങൾക്ക് ഇതായിരിക്കും എളുപ്പത്തിൽ കിട്ടുന്ന സാധനം. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചത്. തെർമോക്കോളിൻ്റെ അകത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് നമുക്ക് ഇവിടെ ഫിറ്റാക്കിയിട്ട് പിടിക്കും. എന്നിട്ട് സാവധാനത്തിൽ വരച്ചാൽ മതി, തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊന്ന് കിട്ടി. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സൗരയൂഥത്തിന് ടീച്ചിങ് എയ്ഡായിട്ടൊക്കെ വരയ്ക്കുമ്പോൾ സൗരയൂഥത്തിൻ്റെ ഈ ഭ്രമണപഥം ഇങ്ങനെ നമുക്ക് വരക്കാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ തെറ്റാതെ വരക്കാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ദീർഘവൃത്തം നമുക്ക് വരക്കാൻ സാധിക്കും. അപ്പോൾ ദീർഘവൃത്തം ഉണ്ടാക്കാനുള്ള ട്രിക്ക് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഈ സംവിധാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.
ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തിട്ട് പരമാവധി കുട്ടികളിൽ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതുപോലുള്ള വീഡിയോ ഇനിയും ഞാൻ കാണിച്ചു തരുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഇത് വെച്ചുകൊണ്ട് സൗരയൂഥത്തിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതുവരെ